രാത്രിയിൽ വീട്ടിൽ പോകാൻ ബസ്സില്ലാത്തതിന് KSRTC ബസ് മോഷ്ടിക്കാൻ ശ്രമിച്ച ഒരു യുവാവിന്റെ വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ലയിലാണ് സംഭവം. തിരുവല്ല KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിലായി. തിരുവല്ല സ്വദേശി ജെബിനാണ് പിടിയിലായത്. മദ്യലഹരിയിലായിരുന്നു യുവാവ്. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, ഈ പ്രതി ജെബിൻ സൂചിപ്പിച്ചതുപോലെ വീട്ടിലേക്ക് പോകാൻ ബസ്സില്ല, രാത്രി പോകാൻ ബസ്സില്ല, അതുകൊണ്ട് മോഷണം നടത്തിയെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഈ മൊഴി വിശ്വസനീയമാണോ? ഇയാൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ടോമേ, ഞായറാഴ്ച രാത്രി 10:00 കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുന്നത്. തിരുവല്ലയിലെ KSRTC ബസ് സ്റ്റാൻഡിൽ സർവീസ് കഴിഞ്ഞ് നിർത്തിയിട്ടിരുന്ന വേണാട് ബസ്സാണ് ഇയാൾ തിരുവല്ല ആഞ്ഞിലിത്താനം സ്വദേശി ജിബിൻ മദ്യവെച്ചതിന് ശേഷം മദ്യലഹരിയിലായിരുന്നു ജിബിൻ. യാത്രക്കാരൊക്കെ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ബസ്സിൽ കയറി സ്റ്റാർട്ടാക്കി ബസ് പുറകിലോട്ട് എടുക്കുന്ന സമയത്താണ് യാത്രക്കാരും സെക്യൂരിറ്റിയും ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ യാത്രക്കാർ ബഹളം വെക്കുകയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓടി വരികയും ചെയ്തു. തുടർന്ന് ഇയാളെ ബസ്സിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്തു. ഏതായാലും പോലീസിനെ ഉടൻ തന്നെ ഇവർ വിവരമറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തെത്തി ജിബിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. ആ സമയത്താണ് ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത് ബസ് വീട്ടിലേക്ക് പോകാൻ യാത്ര പോകാൻ ബസ് ഇല്ല, വാഹനമില്ല. അത്തരത്തിൽ ആ സാഹചര്യത്തിലാണ് ബസ് എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തിയെന്നുള്ള കാര്യമാണ് ഈ ജിബിൻ പറഞ്ഞത്. മദ്യപിച്ച് ലക്കുകെട്ട ഒരു അവസ്ഥയിലായിരുന്നു. എന്തായാലും അത്തരം ഒരു കാരണമാണ് ഈ ബസ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് എത്തിയതെന്നുള്ള കാര്യമാണ് പോലീസിനോട് മൊഴി നൽകിയത്. പോലീസ് ഇക്കാര്യം മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ ഈ ബസ്സിലെ മോഷണ കുറ്റം തന്നെയാണ് ചോദ്യം. മദ്യലഹരിയിലാണെങ്കിൽ കൂടി ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് മോഷണ കുറ്റം എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസ് എടുത്തിട്ടുള്ളത്. അത്തരത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ ഇന്ന് ഹാജരാക്കും. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ മദ്യപിച്ചുണ്ടായ ഒരു രീതി കൊണ്ടുണ്ടായതാണെന്നുള്ളതാണ് പൊതുവെ പറയുന്നെങ്കിലും സ്വാഭാവികമായും മോഷണക്കുറ്റം തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. കാരണം നിർത്തിയിട്ടിരുന്ന KSRTC ബസ് പെട്ടെന്ന് തന്നെ യാത്രക്കാരൊക്കെ അവിടെ നോക്കി നിൽക്കെ ഇയാൾ ബസ്സിൽ കയറി ബസ് എടുക്കുന്നു. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായത്. ടോമാൻ, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.